ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കുഞ്ഞിനെ ശപിക്കുന്ന തുളസീധരനോട് പോയിട്ട് കാര്യങ്ങൾ മുഖത്തടിച്ചതുപോലെ തന്നെ മീനാക്ഷി പറയുന്നുണ്ട്. ഇപ്പോൾ ആ കിടക്കുന്ന കുഞ്ഞു കാരണം കൊണ്ടാണ് അച്ഛന് ഇത്രത്തോളം സൗഭാഗ്യങ്ങൾ വന്നു ചേർന്നത്. ഇവിടേക്ക് ഒരാൾ ലക്ഷങ്ങൾ കൊണ്ട് വന്നിരുന്നു. അപ്പോൾ ഈ കുഞ്ഞ് രൂപം പോലും പ്രാപിച്ചിരുന്നില്ല. അത് കാരണം കൊണ്ടാണ് അച്ഛന് ഇപ്പോൾ സ്വയം ലക്ഷങ്ങൾ സമ്പാദിക്കാനുള്ള പ്രാപ്തിയായത്. അത് അച്ഛൻ ഒരിക്കലും മറക്കരുത്. ഇതൊന്നും നീ എന്നെ ഓർമ്മപ്പെടുത്തണ്ട. എനിക്കറിയാമെന്ന് നിങ്ങൾ തുളസീധരൻ പറയുമ്പോൾ ചില കാര്യങ്ങൾ പലപ്പോഴായിട്ട് പല സമയത്തും ഓർമ്മപ്പെടുത്തേണ്ട അവസ്ഥ വരും. ഇപ്പോൾ ആ ഗതികേടാണ് എനിക്ക്. ആരും തല മറന്ന് എണ്ണ തേക്കരുത്. അച്ഛൻ ഇത് പണ്ട് ഞങ്ങളോട് പറയുന്ന ഡയലോഗായിരുന്നു. അതുകൊണ്ട് എൻ്റെ മോളെ ഇങ്ങനെ ശപിക്കല്ലേ വെച്ചാൽ ഞാൻ കാല് പിടിക്കാം. അച്ഛൻ അതിനെ അംഗീകരിക്കുകയൊന്നും വേണ്ട. പക്ഷേ അതെൻ്റെ കുഞ്ഞാണ്. അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഒത്തിരി സങ്കടമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോകുന്നു. അങ്ങനെ തുളസിക്കാണെങ്കിൽ വല്ലായ്മ തോന്നുന്നുണ്ട്. പ്രസന്നയാണെങ്കിൽ അയാളെ തുറിച്ചു നോക്കുകയാണ്. ചെയ്തു പോയത് തെറ്റാണെന്ന് തുളസിക്ക് മനസ്സിലാവുകയാണ്. പിന്നീട് തുളസീധരനും ബ്രോക്കറും ചേർന്ന് രാജലക്ഷ്മി മേഡത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയം ആ കടക്കാരൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് നാരങ്ങ സോഡ പറയുകയാണ്. എന്നിട്ട് കടക്കാരൻ ചോദിക്കുന്നുണ്ട്, അല്ല തുളസിയേട്ടനും ദാസപ്പേട്ടനും കൂടിയിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? വല്ല സ്ഥലക്കച്ചവടമാണോ? അല്ലല്ല, ഞാൻ എൻ്റെ മോൾക്ക് ഇവിടെ പെണ്ണ് ചെറുക്കനെ ആലോചിച്ചിട്ടുണ്ട്. ആ വീട്ടിലേക്ക് വന്നാണെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നി. പക്ഷെ ഞാനൊന്ന് ചോദിച്ചെന്ന് മാത്രം. ആരാ ആള്? ആ രാജലക്ഷ്മി മേഡത്തിൻ്റെ മോനാണെന്ന് ചോദിക്കുമ്പോൾ അതെ, ഇളയ മോൻ വിഷ്ണു. മൂത്തതിന് രണ്ടെണ്ണത്തിനും കുഞ്ഞുങ്ങളില്ല. അക്കാര്യം പറഞ്ഞല്ലോ ദാസപ്പ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദാസപ്പനാണെങ്കിൽ നിന്ന് പരുങ്ങാണ്. അല്ല, അക്കാര്യമൊക്കെ ഞാൻ തുളസിയേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കല്യാണം കഴിപ്പിച്ച് അയച്ചാൽ മതി. എന്തെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയുടെ ഭാവിയാണെന്ന് ആ കടക്കാരൻ ഒരു താക്കീത് കൊടുക്കുകയാണ്. അങ്ങനെ അവർ അവിടെ നിന്നും വെള്ളം കുടിച്ചതിന് ശേഷം നേരെ പോകുന്നത് രാജലക്ഷ്മി മേഡത്തിൻ്റെ അടുത്തേക്കാണ്. വേലക്കാരി വന്ന് വാതിലൊക്കെ തുറക്കുന്നുണ്ട്. മേഡാണെങ്കിൽ താഴത്തേക്ക് ഇറങ്ങി വരുന്നു. മേഡം, ഇത് ആരാണെന്ന് മനസ്സിലായോ? ദാസപ്പൻ തുളസീധരനെ പരിചയപ്പെടുത്താൻ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ ദാസപ്പനോടൊപ്പമല്ലേ വന്നിരിക്കുന്നത്, അപ്പം പിന്നെ എനിക്ക് മനസ്സിലാവാതിരിക്കുമോ? മീനാക്ഷിയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്ന് തുളസീധരനോട് മേഡം ചോദിക്കുന്നു. കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എന്താ വരവിൻ്റെ ഉദ്ദേശം? ചടങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നതില്ലെന്നറിയാം. കാരണം അങ്ങനെ വരികയാണെങ്കിൽ സ്ത്രീകൾ കൂടെ ഉണ്ടാവുമല്ലോ. പിന്നെ എന്താ വല്ല കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു ഉണ്ടെന്ന് ചോദിക്കുകയാണ്. ഇല്ല, മൂന്നാളും 3 സ്ഥാപനങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. അവർക്ക് രാവിലെ തന്നെ പോകണമെന്ന് പറയുന്നു. വന്നത് നേരെ തന്നെ ചോദിക്കാം. ഒളിവ് മറവൊന്നും വേണ്ട. എല്ലാം തീർച്ചപ്പെടുത്തിയതിന് ശേഷം കാര്യങ്ങളിലേക്ക് കടന്നാൽ മതിയല്ലോ. മൂത്തത് 2 പേർക്ക് കുഞ്ഞുങ്ങളില്ല അല്ലേ? ഇല്ല, കുഞ്ഞുങ്ങളില്ല. ഒത്തുപോകാതെ കൊണ്ട് അങ്ങ് ഡിവോഴ്സ് ആക്കിയെന്ന് പറയുന്നു. എന്തായാലും വിഷ്ണുവിന് അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഒട്ടും മറവില്ലാതെ തുളസീധരൻ തുറന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ കല്യാണം കഴിയുന്നതിന് മുമ്പായിട്ടൊന്നും നമുക്ക് ചൂന്ന് നോക്കാനോ അല്ലെങ്കിൽ അറിയാനായിട്ട് സാധിക്കില്ലല്ലോ. പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുക ഇല്ലാത്തതൊക്കെ പതിവാണല്ലോ. പിന്നെ മീനാക്ഷിക്ക് കുഞ്ഞുണ്ടല്ലോ. ആ കുഞ്ഞിനെ ഞങ്ങൾ രാജകുമാരിയെ പോലെ തന്നെ നോക്കും. അവൾക്കൊപ്പം ആ കുഞ്ഞും വന്നോട്ടെ. ഞങ്ങളുടെ ഈ കാണുന്ന സ്വത്തുക്കളൊക്കെ തന്നെ മീനാക്ഷിയുടെ കുഞ്ഞിൻ്റെ പേരിൽ എഴുതി വയ്ക്കുമെന്നൊക്കെ പറയുമ്പോൾ തുളസി പറയുകയാണ്, അതൊന്നും പറ്റില്ല. ആ കുഞ്ഞിൻ്റെ അച്ഛൻ വരുന്ന സമയത്ത് ആ കുഞ്ഞിനെ തിരിച്ചേൽപ്പിക്കേണ്ടതാണെന്ന് പറയുകയാണ്. അങ്ങനെ ആ മേഡം പറയുന്നുണ്ട്, ഇനി അവരന്വേഷിച്ച് വരുമെന്ന് തോന്നുന്നില്ല. ദാസപ്പനും പറയുന്നുണ്ട്, ശരിയാണ്, ഇനി മീനാക്ഷിയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ അന്വേഷിച്ച് വരുമെന്ന് തോന്നുന്നില്ലെന്ന് പറയുന്നു. അങ്ങനെയൊന്നും ഉറപ്പിക്കാനായിട്ട് പറ്റില്ല. ഒരു മെഡിക്കൽ ചെക്കപ്പ് എടുക്കാൻ പറ്റുമോ വിഷ്ണുവിൻ്റെ ഇതിൽ എന്ന് പറയുമ്പോൾ ഈ സമയം രാജലക്ഷ്മിക്ക് അത് അത്ര പറ്റുന്നില്ല. മെഡിക്കൽ ചെക്കപ്പിൻ്റെ കാര്യം അത് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വരും. പിന്നെ ഇപ്പോൾ ഈ കാലത്തൊക്കെ അതൊക്കെ നടത്താറുണ്ടല്ലോ. എങ്കിൽ പിന്നെ നിങ്ങളെല്ലാം റെഡിയാക്കിയതിന് ശേഷം ദാസപ്പൻ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞ് തുളസിയാണെങ്കിൽ അവിടെ നിന്നും വേഗം തന്നെ സ്ഥലം കാലിയാക്കുകയാണ്. രാജലക്ഷ്മി മേഡത്തിന് അതത്ര പിടിച്ചിട്ടില്ല. അവരാണെങ്കിൽ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് തുളസി പോകുന്നത് നോക്കി നിൽക്കുന്നു. പിന്നീട് മീനാക്ഷിയാണെങ്കിൽ മഞ്ജിമയെ വിളിക്കുകയാണ്. മഞ്ജിമ, എന്താ ചേച്ചി, എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. എടി, വെറുതെ വിളിച്ചതാണ്, നീ ഉറങ്ങിയില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഉറങ്ങാൻ തോന്നുന്നില്ല, കുറച്ച് നേരം കഴിയട്ടെ എന്നിട്ട് ഉറങ്ങാമെന്ന് പറയുന്നു. പിന്നെ ചേച്ചി, കല്ലുമ്മൾ ഉറങ്ങിയോ? അവൾ എപ്പോഴും ഉറങ്ങി. കല്യാണാലോചന എന്തായെന്ന് ചോദിക്കുമ്പോൾ അത് ഏകദേശം പോയ ലെവലാണ്. കാരണം അച്ഛൻ ആ വിഷ്ണുവിനെ കുറിച്ച് അന്വേഷിച്ചെന്ന് തോന്നുന്നു. അച്ഛൻ അന്വേഷിക്കും ചേച്ചി. കാരണം എന്തൊക്കെ പറഞ്ഞാലും ചേച്ചിയുടെ ഭാവിയെക്കുറിച്ച് അച്ഛന് ആകുലതയുണ്ട്. അല്ലെങ്കിൽ അച്ഛൻ അന്ന് കല്ലുമ്മളെ ഗർഭം ധരിക്കുന്ന സമയത്ത് പറയുമായിരുന്നോ എൻ്റെ പെൺമക്കളുടെ മാനം വിട്ട് ഞാൻ ജീവിക്കില്ല എന്ന്? അതുകൊണ്ട് തന്നെ അച്ഛൻ ഒന്നിലും തള്ളി വിടില്ല എന്നൊക്കെ മഞ്ജു മീനാക്ഷിയോട് പറയുകയാണ്. അതെനിക്ക് അറിയാടി. എന്തായാലും ആ കാര്യം സ്റ്റോപ്പായ ലെവലാണ് കാണുന്നത്. കാരണം അച്ഛൻ അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ കാര്യമായിട്ട് അന്വേഷിച്ച് കാണും. അച്ഛന് വേണ്ട എന്ന് തോന്നിക്കാണും, അതുകൊണ്ടായിരിക്കുമെന്നൊക്കെ പറയുന്നു. പിന്നെ ചേച്ചിയുടെ അടുത്ത പ്ലാൻ എന്താണെന്ന് മഞ്ജിമ ചോദിക്കുമ്പോൾ ഞാൻ BEdന് ചേർന്നാലൊന്നുണ്ട്. ചേച്ചിയുടെ ഭാവി എപ്പോഴും സുരക്ഷിതമാക്കണം. ചേച്ചി അത് ചെയ്യും. എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ നിന്നെ വിളിച്ചറിയിക്കാം. ഇപ്പം നീ കിടന്നുറങ്ങുമെന്ന് പറഞ്ഞ് മീനാക്ഷിയാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ പ്രസന്നയാണെങ്കിൽ ഓരോ പണികളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മീനാക്ഷി വന്നിട്ട് പറയുന്നുണ്ട്, അമ്മ ഞാൻ കുളിക്കാൻ കയറുകയാണ്, കല്ലുമ്മളെ നോക്കണേന്ന്. അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് പ്രസന്ന വീണ്ടും തൻ്റെ പണികളിലേക്ക് തിരിക്കുകയാണ്. ഈ സമയം ബാത്റൂമിൽ നിന്നും നിലവിളിക്കുകയാണ് മീനാക്ഷി. പ്രസന്ന അത് അത്ര കാര്യമാക്കുന്നില്ല. പെട്ടെന്ന് തന്നെ അവൾ കൈ ഒളുക്കിക്കൊണ്ട് ഇങ്ങനെ വരികയാണ്. എന്ത് പറ്റി മോളെ? അമ്മേ, ഞാൻ ബാത്റൂമിൽ തിരിഞ്ഞു വീണു.
എനിക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഫിലോമിനയാണെങ്കിൽ പുറത്ത് വരികയാണ്. ആ ഫിലോമിന എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഫിലോമിന ചോദിക്കുന്നുണ്ട് വേദനിച്ച് കരയുന്ന മീനാക്ഷിയോട് എന്ത് പറ്റിയെന്ന്. എൻ്റെ കൈ എന്തോ പൊട്ടിയെന്ന് തോന്നുന്നു, ബാത്റൂമിൽ വീണതാണെന്ന് പറയുമ്പോൾ അയ്യോ നല്ല വേദനിക്കുന്നുണ്ടോ? ആ വേദനിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരുമോ എന്ന് പ്രസന്ന ചോദിക്കുകയാണ്. അങ്ങനെ ഫിലോമിന പറയുന്നുണ്ട് എന്തിനാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്, നമ്മുടെ ആശാൻ്റെ അടുത്തേക്ക് പോവാം, നിങ്ങളൊരു കാര്യം ചെയ്യും, രണ്ടാളും ചേർന്ന് ആശാൻ്റെ അടുത്തേക്ക് പോകും. അയ്യോ അത് വേണ്ട, കല്ലുമുള ഉറങ്ങുക, കല്ലുമുളയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഫിലോമിനയാണെങ്കിൽ ആശാൻ്റെ അടുത്തേക്ക് വിട്ടയക്കുകയാണ്. അങ്ങനെ അവരവിടെ എത്തുന്നുണ്ട്. ആശാൻ പറയുകയാണ് കൈയിൻ്റെ കുഴ കുറച്ച് മാറിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തി ഒരു എക്സ്റേ എടുക്കുന്നത് നല്ലതായിരിക്കുമെന്ന് പറയുന്നു. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കുഞ്ഞിനെ ഫിലോമിനയെ ഏൽപ്പിച്ചിട്ട്. പിന്നീട് കാണിക്കുന്നത് ഫിലോമിനയും മറ്റ് അയൽക്കാരികളും ഒക്കെ തന്നെ കുഞ്ഞിനെ വളരെ സ്നേഹത്തോടെ നോക്കുന്നതാണ്. അവിടേക്ക് ഗീത വരുന്നുണ്ട്. ഫിലോമിനെ, കുഞ്ഞിനെ നോക്കുന്ന പണി നിനക്കാണല്ലേ? അത് പിന്നെ കുഞ്ഞുങ്ങളല്ലേ ചേച്ചി, ഒരാവശ്യം വരുമ്പോഴല്ലേ നോക്കേണ്ടത്. നീ നോക്കിക്കോ, എനിക്ക് കുറച്ച് കുഴമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതുണ്ട്, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഗീത പോവുകയാണ്. അങ്ങനെ ഫിലോമിനയാണെങ്കിൽ മീനാക്ഷിയെയും പ്രസന്നയും വരുന്നത് വരെ കുഞ്ഞിനെ നോക്കാൻ തന്നെ തീരുമാനിക്കുന്നു. അവരാണെങ്കിൽ കുഞ്ഞിനെ കരയിപ്പിക്കാതെ നല്ല രീതിക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് തുളസി ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത്. തുളസി നേരെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ നിൽക്കുമ്പോൾ ഫിലോമിന വിളിക്കുന്നുണ്ട്, ചേട്ടാ അവിടേക്ക് പോവല്ലേ, അവിടെ ആരുമില്ല. എന്ത് പറ്റി? അവിടെയുള്ളവരൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക. മീനാക്ഷി ചെറുതായിട്ടൊന്ന് ബാത്റൂമിൽ വീണു, അവളുടെ കയ്യിൻ്റെ കുഴ തെറ്റിയെന്ന് തോന്നുന്നത്. ആശാനും പ്രസന്നേച്ചിയും മീനാക്ഷിയും കൂടി പോയിട്ടുണ്ട്. ആണോ? എങ്കിൽ പിന്നെ ഒന്ന് വിളിച്ചു നോക്കാം. അങ്ങനെ വേഗം തന്നെ ആശാൻ്റെ ഫോണിലേക്ക് തുളസി വിളിക്കുന്നുണ്ട്. എന്ത് പറ്റി, സീരിയസ് ആണെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഓർത്തോയെ കണ്ടു, കുഴപ്പമൊന്നുമില്ല, ഞാനും പ്രസന്നയും മീനാക്ഷിയും അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടായെന്നും ആശാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗം തന്നെ ഫിലോമിനയുടെ അടുത്തേക്ക് പോവുകയാണ് തുളസി. അങ്ങനെ ഫിലോമിനയുടെ ആട് കരയാണ്. ഈ സമയം ഫിലോമിന കുഞ്ഞിനെ തുളസിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അതെ ചേട്ടാ, ഈ കുഞ്ഞിനെ നേരെ നോക്കിക്കൊള്ളണേ, എൻ്റെ ആട് കുറേ നേരമായി കരയുന്നു, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഫിലോമിനയാണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ്. കുഞ്ഞാണെങ്കിൽ ഫിലോമിന പോകുന്നത് കണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം തുളസിക്കാണെങ്കിൽ അതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അങ്ങനെ തുളസിയെ നോക്കിയിട്ട് എടുക്കുന്ന രീതിയിൽ കുഞ്ഞ് കരയുമ്പോൾ തുളസിയാണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും കുഞ്ഞും തുളസിയും തമ്മിൽ അടുക്കാനുള്ള ഒരു അവസരമാണിത്. അപ്പോൾ കാത്തിരിക്കാൻ